ഹായ് ഗായ്സ്, വെൽക്കം. ഇന്ന് നമ്മളൊരു ചെറിയൊരു ബീഫ് കറി വയ്ക്കണ ഒരു വീഡിയോ ആണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എൻ്റെ സ്റ്റൈലിൽ ഞാൻ ബീഫ് കറി വയ്ക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. ആദ്യം തന്നെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വേഗം സവാള അരിയാന്നുള്ളൊരു പണിയിലേക്ക് കടന്നു. സവാള അരിയ ഇത്തിരി സ്ലോ ആണ്, പക്ഷെ എന്നാലും അങ്ങോട്ട് അരിയാണ്. വീഡിയോയിൽ നല്ല സുഖമാണ്, സ്പീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കഴിയും. പക്ഷെ റിയലി ഇത്തിരി പണി പിടിച്ച പണിയാണ്. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് സവാളയും കുക്കറിലിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കും. ഒന്ന് തിരുമ്മി സെറ്റാക്കി വയ്ക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ ആവാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വേറെ കുറച്ച് പണികളുണ്ട്, അതിനൊക്കെ ആയിട്ട് പോകുന്നു. അതിനിടയിൽ നമ്മളൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഗോതമ്പ് ദോശയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ വേഗം കുറച്ച് തേയിലൊക്കെയുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ദോശ ഇപ്പുറത്ത് ചുട്ട് നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനുള്ള പ്ലാനിങ് ആണ്. അതിൻ്റെ ഇടയിൽ മീ വന്ന് എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ട്. ചില സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യും, ചില സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല. ഞാൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ ബീഫ് സെറ്റായിട്ടുണ്ട്, വെന്ത് വന്നു. ഇതിൻ്റെ ഇടയിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇടണമെന്നൊന്നും കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ മീ വന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഞാനങ്ങ് ശ്രദ്ധ വിട്ടുപോയി. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഞാൻ 1.5 സ്പൂൺ വെച്ചിട്ടാണ് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളത്. ഗരം മസാല 1/2 സ്പൂൺ ഗരം മസാല ഇട്ടിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു വിസിൽ ഞാൻ വീണ്ടും ഒരു തവണയും കൂടെ വിസിലടിക്കാൻ വേണ്ടി വയ്ക്കും. കുക്കറിൽ ഞാൻ തിളപ്പിക്കാറില്ല, അതിന് വരാണ് വിസിലടിച്ച് വയ്ക്കുന്നത്. അതാകുമ്പോൾ പിന്നെ ഒറ്റയടിക്ക് അങ്ങ് പിന്നെ വേറെ പണികളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അവസാനിക്കും. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായി. അത് കഴിഞ്ഞ് കഴിക്കാനിരുന്നു. മീക്ക് ദോശ വേണ്ടാന്ന് പറഞ്ഞ് മീ ഇരിക്കുന്ന സ്റ്റൈലാണ് കാണുന്നത്. പിന്നെ ഒരു വിധത്തിൽ ഞാനിങ്ങനെ അങ്ങനെ കളിച്ച് ആളുടെ ദേഷ്യമൊക്കെ മാറി കഴിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി.